കുഞ്ഞിനെയും പൈതലിനെ ഇവിടേക്ക് കൃപിക്കാൻ അതിനോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പ്രിയ പൈതല് വളരെയധികം ശാരീരിക അസ്വസ്ഥത ഭാരപ്പെട്ടു. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 102-103 സെൽഷ്യസ്, അങ്ങനെ ഭയങ്കര ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കുഞ്ഞിനെ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ കുഞ്ഞിന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ആദ്യം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഉള്ള വെയിറ്റ് ഒരു 2 ദിവസം കൊണ്ട് കുഞ്ഞിന് 2-3 കിലോ വെയിറ്റ് കുറഞ്ഞു. ഞാൻ അന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കൗണ്ട് കുറവാണ്. കുഞ്ഞിന് നോർമലി ഉണ്ടാവേണ്ടതിലും 5000 ആണ് വേണ്ടത്, കുഞ്ഞിന് 3000 അത്രേ ഉള്ളൂ, ഒത്തിരി കുറവാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഡെങ്കു ഫീവർ ആണ്, അതുകൊണ്ടാണ് കുഞ്ഞിന് ബ്ലീഡിങ് ആവുന്നത്, കൗണ്ട് കുറയുന്നത്, ഇവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ റിസ്കിൽ വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകുക, കുഞ്ഞിന് ജീവൻ വെച്ചാണ് സിസ്റ്റർ കളിക്കുന്നത്, എന്നോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നാളെ വരാൻ ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി സമയം വെയിറ്റ് ചെയ്തത്, നാളെ രാവിലെ തന്നെ സിസ്റ്റർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് വരണമെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞതുപോലെ കൗണ്ട് കൂടുകയാണെങ്കിൽ അഡ്മിറ്റ് ആക്കണ്ട, അല്ലെങ്കിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ഞാനതൊരു ചലഞ്ച് പോലെ ഞാൻ ഏറ്റെടുത്ത് സ്റ്റേറ്റ് ഡോക്ടറെ എന്ന് പറഞ്ഞു പോകേണ്ടി കടന്നു വന്നു. ഞാൻ അഭിഷേകത്തിനെ വിളിച്ചു, കുഞ്ഞിന് പനി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം അഭിഷേകത്തിനോട് പറഞ്ഞു കുഞ്ഞിനെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി കുഞ്ഞിൻ്റെ കിടക്കയിൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 2 മണി സമയമായി ഉണ്ടാവും. ഞാൻ നോക്കിയപ്പം ഞങ്ങൾ ലൈറ്റിൽ ഓഫ് ചെയ്താണ് കിടക്കുന്നത്, പക്ഷേ വീടിന് എൻ്റെ റൂമിൻ്റെ അകത്ത് വളരെയധികം ഒരു പ്രകാശം ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് എഴുന്നേറ്റ് നോക്കുമ്പോൾ സാധാരണ ഒരു വെളിച്ചമല്ലാതെ ഒരു അമ്മയെ സ്തോത്രം പാല് പോലെ എനിക്കത് പറയാൻ പറ്റും, അതുപോലെ പാല് കർത്താവിന് ദൂതനിറങ്ങി എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി. അന്ന് ഞാൻ കുഞ്ഞിനെ തൊട്ട് നോക്കിയപ്പോൾ അവൻ്റെ പനിയെല്ലാം മാറി, ഹല്ലേലൂയ, പൂർണ്ണമായി അവൻ കിടക്കുകയാണ് കട്ടിൽ, വിയർത്ത് കിടക്കുകയാണ് കട്ടില്. അപ്പം ഞാൻ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയില്ല. വീടിൻ്റെ അടുത്തൊരു ലാബുണ്ട്, അവിടെ പോയി ഞാൻ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് നമ്പറിലേക്ക് ഞാൻ ബ്ലഡ് റിസൾട്ട് അയച്ചു കൊടുത്തു. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഡോക്ടർ ആ റിസൾട്ട് കണ്ടിട്ട് പറയുകയാണ് കുഞ്ഞിൻ്റെ ബ്ലഡ് കൗണ്ട് നോർമൽ ആയിരിക്കുന്നു, സിസ്റ്ററെ കുഞ്ഞിന് ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ട, ഒരു മരുന്നിന് കൊടുക്കണ്ട, അവർ സൗഖ്യമായിരിക്കുന്നു. എനിക്ക് എപ്പോൾ പറഞ്ഞാലും കർത്താവ് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. കർത്താവ് തന്ന സകല ഉപകാരങ്ങൾക്കും കർത്താവ് നന്ദി പറയാണ്. അതേപോലെ അപ്പം ഡെങ്കു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് വന്ന ഡെങ്കു നെഗറ്റീവ് ആണ്. പിറ്റേ ദിവസം ഒരു മരുന്ന് പോലും ഇവനൊരു പാരസെറ്റമോൾ ഞാൻ കൊടുത്തിട്ടില്ല. കരമടിച്ച് കർത്താവിന് ഇങ്ങനൊരു രോഗശാന്തിയുടെ ശുശ്രൂഷ ഇവൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ്. സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇനി ചർച്ചയിൽ നടക്കാൻ പോകുന്ന അതാണ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കും.